പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു. രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിപ്പുണ്ടായിരുന്നു. ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു. തൊട്ടപ്പുറത്തെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ, പാരലിസിസ് വന്നിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ, അദ്ദേഹം ഇറങ്ങി ഓടി. 2 റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ സീക്രട്ട് ഏജന്റ് ശബ്ദം കേട്ട സൂര്യൻ ഒളിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ ശരിയായ കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് പോകാനോ പുറത്തു പോകാനോ മഴ കാരണം വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീക്രട്ട് ഏജന്റിനെ വിളിച്ച് പറഞ്ഞാൽ മതി. ആൾ ആ കാലാവസ്ഥ നിങ്ങൾക്കായി മാറ്റി തരും. അത് കാരണം നിങ്ങൾക്ക് വെയിൽ കാരണം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മഴ കൊണ്ടുവന്ന് തരും. സീക്രട്ട് ഏജന്റിനെ പറ്റി പറയാന്ന് വെച്ചാൽ ഇവൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വരെ ഡിപ്പെൻഡ് ചെയ്യുന്ന സീക്രട്ട് ഏജന്റിനെയാണ്. സോ നമ്മൾ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വിളിച്ചു ചോദിക്കില്ലേ മഴ പെയ്യുമെന്ന്. പക്ഷെ അവര് നേരെ സീക്രട്ട് ഏജന്റിനെ വിളിക്കും. ആള് കാർ ഉണ്ടോ കാറില്ലേ എന്നൊക്കെ വിളിച്ച് പറയും. അതാണ് മൂപ്പരുടെ ഒരു ഐഡിയോളജി. സോ ഇപ്പൊ പറഞ്ഞില്ലേ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഏറ്റെടുത്തു.